ഐവ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. മലയാളി പൊളിയാണ്. അതെ, മലയാളി പൊളിക്കുന്നുണ്ട്. കൊറോണയെ പൊളിച്ച് കയ്യിൽ കൊടുക്കുന്നുണ്ട്. കൊറോണ മലയാളിക്ക് മുന്നിൽ കണ്ടം വഴി ഓടുകയാണ്. ദാ ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒറ്റ ഒരു കേസ് മാത്രം, വെറും ഒരു രോഗി മാത്രം. അതെ, ദിവസം 40, 30, 20 കേസുകൾ റിപ്പോർട്ട് ചെയ്ത കേരളത്തിൽ ഇതാ ഇന്ന് വെറും ഒരു രോഗി മാത്രം. അതിനർത്ഥം നമ്മൾ അതിജീവിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ മൊത്തം COVID-19 സ്ഥിരീകരിച്ചവരുടെ എണ്ണം 394 ആണ്. എന്നാൽ ഈ 394 പേരിൽ 255 പേർ അവരുടെ ജീവിതത്തിലേക്ക് മടങ്ങിക്കഴിഞ്ഞു. അതായത് ആശുപത്രിയോട് ഗുഡ് ബൈ പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ വെറും 138 പേർ മാത്രമാണ് COVID-19 സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളത്. എന്നാൽ കേരളം എന്ന് പറയുമ്പോൾ, COVID-19 കണക്ക് പറയുമ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത് കാസർഗോഡിലേക്കാണ്. കാരണം കേരളത്തിന്റെ മൊത്തം COVID-19 സ്ഥിരീകരിച്ചവരുടെ കണക്കിന്റെ നേരെ പകുതി കാസർഗോഡായിരുന്നു. അതിനാൽ തന്നെ കാസർഗോഡ് എന്ത് സംഭവിച്ചു എന്ന് ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ, കാസർഗോഡ് ഒരു ആറ്റം ബോംബ് പൊട്ടി. ആ ആറ്റം ബോംബിൽ COVID-19 പൊട്ടിത്തെറിച്ചു എന്ന് വേണം പറയാൻ. അതായത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ടൈംസ് നൗവിൽ ചർച്ച എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: കേരള മോഡൽ, കേരള മോഡൽ എന്നാണ് നമ്മൾ കേട്ടതെങ്കിൽ ഇന്നലെ ടൈംസ് നൗവിൽ ഉണ്ടായിരുന്ന ചർച്ചയിൽ കാസർഗോഡ് മോഡൽ എന്നാണ് അവതാരകൻ വിശേഷിപ്പിച്ചത്. നമ്മുടെ IG വിജയ് സാഖറയും ചർച്ചയിൽ ഉണ്ടായിരുന്നു. ആ ചർച്ചയിൽ എടുത്തു പറയുന്നത് കാസർഗോട്ടെ രോഗികളുടെ എണ്ണത്തിലുള്ള കുറവാണ്. ഞെട്ടിപ്പിക്കുന്ന കണക്കാണ്, ഏവരെയും അമ്പരിപ്പിക്കുന്ന കണക്കാണ്. ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരെ ഒരു ബിഗ് സല്യൂട്ട് നിങ്ങൾക്ക് നൽകുകയാണ്. അതായത് 168 പേരായിരുന്നു കാസർഗോഡ് ജില്ലയിൽ COVID-19 സ്ഥിരീകരിച്ച് ചികിത്സയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇവരിൽ നിന്ന് 113 പേർ ഇപ്പോൾ ആശുപത്രിയോട് ഗുഡ് ബൈ പറഞ്ഞ് ജീവിതത്തിലേക്ക് മടങ്ങിയിരിക്കുന്നു. ഇനി വെറും കാസർഗോഡ് ജില്ലയിൽ ചികിത്സയിലുള്ളത് 55 പേർ മാത്രം. ഈ 55 പേരെ വെറും ദിവസങ്ങൾക്കുള്ളിൽ നിന്ന് തന്നെ നമ്മൾ ആശുപത്രിയോട് ഗുഡ് ബൈ പറയിപ്പിക്കും. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചു കേരളം അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാകുമ്പോൾ, കാസർഗോഡിന്റെ ഈ വലിയ മാറ്റം എല്ലാവരും ചർച്ചക്കെടുക്കുമ്പോൾ, അഭിമാനിക്കാൻ മലയാളികളെ, നെഞ്ചത്ത് കൈവച്ച് പറയാം മലയാളികളെ, ഇന്നത്തെ ഒറ്റ 1 എന്നുള്ള റിസൾട്ട് അഥവാ COVID-19 സ്ഥിരീകരണം ഇനിയുള്ള ദിവസങ്ങളിൽ വട്ടപൂജ്യമായി മാറാൻ നമുക്ക് പരിശ്രമിക്കാം. സർക്കാർ പറയുന്നത് അനുസരിക്കാം, ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് അനുസരിക്കാം. അങ്ങനെ നമുക്ക് COVID-19 തുരത്തിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ അഭിമാനത്തോടെ നമുക്ക് ഈ ലോകത്തോട് വിളിച്ചു പറയാം മലയാളിയാണ് എന്ന്. കാസർഗോഡിന്റെ ആ വമ്പൻ മാറ്റം കണ്ടിട്ട് ലോകരാഷ്ട്രങ്ങള് ഞെട്ടലോടുകൂടി നോക്കുകയാണ്. ഒരു വലിയ COVID-19 കേന്ദ്രമായി മാറിയിരുന്ന കാസർഗോഡ് ഇന്ന് കൊറോണ രോഗികളെ തപ്പിപ്പിടിക്കേണ്ട ഒരവസ്ഥയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് മലയാളികളെ, നമ്മുടെ ഡോക്ടർമാരുടെയും നമ്മുടെ നഴ്സുമാരുടെയും പോലീസുകാരുടെയും സർക്കാരിന്റെയും പ്രതിപക്ഷങ്ങളുടെയും കൃത്യമായ ഇടപെടൽ തന്നെയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഐവ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.